മിൽമ പാൽ വില വർധനയിൽ തീരുമാനം ഉടനുണ്ടാകും എന്നാണ് നിർണായക ഡയറക്ടർ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ലിറ്ററിന് 4 രൂപ വരെ വില കൂട്ടാനാണ് ധാരണ. മിൽമ പാൽ വില വർധനയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക യോഗമാണ് മിൽമ ആസ്ഥാനത്ത് നടക്കുന്നത്. അതിൽ ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് തത്വത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനവും അനുമതിയും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് നിർണായക ബോർഡ് യോഗം നടത്തുന്നത്. ബോർഡ് ചെയർമാൻ, അതുപോലെ തന്നെ യൂണിയൻ പ്രതിനിധികൾ, അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തത്വത്തിൽ 4 രൂപ വരെ വർദ്ധിപ്പിക്കാനൊരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ബോർഡ് അംഗങ്ങൾ ഈ യോഗത്തിന് മുന്നേ തന്നെ പറയുന്നത്. കാരണം ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് കർഷകർക്ക് ഈ വില വർധന വലിയ ഉപകാരമാകുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വില വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ സർക്കാരിനോട് പറഞ്ഞതും നിവേദനം അടക്കം കൊടുത്തതാണ്. പക്ഷേ അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലുള്ളത് കൊണ്ട് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇനിയൊരു തീരുമാനം വേണമെന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം താപനില ഉയരുന്നതിനനുസരിച്ച് മിൽമ പാൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിത്തീറ്റ, പച്ചപ്പുല്ലടക്കമുള്ള അവ കിട്ടാനുള്ള ഒരു പ്രയാസവും പ്രതിസന്ധിയുമുണ്ട്. ഈ ഒരു ഉഷ്ണകാലത്ത് കന്നുകാലികൾക്ക് വരുന്ന രോഗം കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ക്ഷീരമേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ താപനില വർധനവ് അടക്കം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്ഷീരമേഖലയാണ്, ക്ഷീര കർഷകരെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പാൽ വില വർധനവ് ലിറ്ററിന് 4 രൂപയെങ്കിലും വേണമെന്നുള്ളതാണ് യൂണിയനുകൾ പറയുന്നത്. അങ്ങനെ ഈ വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ 83.71% കർഷകർക്ക് തന്നെ അതിന്റെ ലാഭവിഹിതം ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ ഈ മിൽമ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മിൽമ ബോർഡിന് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു അധികാരമുണ്ട്. പക്ഷേ എല്ലാ കാലത്തും പൊതുവെ ചെയ്യുന്ന രീതി സർക്കാരുമായി തീരുമാനിച്ച് ഒരു അനുനയത്തിലൂടെ വില വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. 10 രൂപ വരെ വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ സർക്കാർ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് 4 രൂപ വരെ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. അതിലൊരു വില പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമാകുമോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂല മറുപടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് തന്നെ വില വർധനവുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകും. അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപനം ഈ ഒരു പെരുമാറ്റച്ചട്ട ലംഘന കാലാവധിക്ക് ശേഷം മാത്രം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ബോർഡ് ചെയർമാൻ അടക്കം പറയുന്നത്.